നമ്മൾ ഇന്നിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് യേശു ആദ്യമായിട്ട് ലോകത്തിൽ ചെയ്ത ഒരത്ഭുതമുണ്ട്. അതേതായിരുന്നു? വേദപുസ്തകം വായിച്ചിട്ടുള്ളവർ നിങ്ങൾ ഏതാണ് യേശു ആദ്യം ചെയ്ത അത്ഭുതം? ആ കാനായിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. നമുക്ക് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് ആ വിഷയം മാത്രമാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മളെന്ത് ചെയ്യും? വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവാണ്. അപ്പം നമുക്കത് വായിക്കാം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മളിപ്പോൾ കാനായിലെ കല്യാണ വിരുന്നിലാണ്. ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ബന്ധുമിത്രാദികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ ആ വീട്ടിലേക്ക് കയറി വരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ കാനായിലെ കല്യാണ വിരുന്നുകാരുടെ എന്തോ റിലേഷനോ ബന്ധമോ ഉടപ്പോ ആർക്കുണ്ട്? മാതാവുമായിട്ട് ചെറിയ കണക്ഷൻ ഉള്ളൊരു വീടാണ്. ഏതോ രീതി നമ്മളല്ല ചുമ്മാ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ പോകത്തില്ല നമ്മൾ. അപ്പോൾ വിളിച്ച കാര്യമാണ്. മാതാവ് കല്യാണ വീട്ടിൽ ഉണ്ട്. ഇനി വായിച്ചേ. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് വന്നിരുന്നു. അപ്പോൾ ഈ കാനായിലെ കല്യാണ വീട്ടുകാർ മോശക്കാരല്ല. ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്? യേശു അവിടെയുണ്ട്. ആരൊക്കെയുണ്ട്? 12 ശിഷ്യന്മാരുമുണ്ട്. ഈ 12 ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ഭൂമിയിലെ സഭയാ, ഭൂമിയിലെ പ്രതിനിധികളാ. അവർ ഫുള്ളുണ്ട്. മാതാവുണ്ട്, യേശുവുണ്ട്. യേശു ഉള്ളിടത്ത് ആരുണ്ടാവും? പിതാവുണ്ടാവും. പിതാവുള്ളിടത്ത് ആരുണ്ടാവും? പരിശുദ്ധാത്മാവുണ്ടാവും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാണ്. എൻ്റെ പിതാവ് ചെയ്യുന്നതല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം യേശു കല്യാണത്തിന് പോയാൽ ആര് ചെയ്തതിന് തുല്യം? പിതാവ് കല്യാണത്തിന് പോയതിന് തുല്യം. പരിശുദ്ധാത്മാവ് കല്യാണത്തിന് പോയതിന് തുല്യം. അങ്ങനെ ഇപ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ ക്ഷണിതാക്കളായി വന്നിരിക്കുന്ന ആരൊക്കെയാണ്? യേശു, ത്രിത്വൈക ദൈവം, പരിശുദ്ധ അമ്മ, 12 അപ്പോസ്തലന്മാർ. ഇത്രയും പേരുള്ള കല്യാണ വീടാണ്. ഏത് കല്യാണ വീട്? കാനാവിലെ കല്യാണ വീട്. ചില്ലറ കല്യാണ വീടാണോ അത്? ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന കല്യാണ വീട്, സ്വർഗം ഇറങ്ങി വന്നിരിക്കുന്ന കല്യാണ വീട്. ത്രിത്വൈക ദൈവം എവിടെയുണ്ടോ അവിടെ മാലാഖമാരും അന്ന് വരെ ജീവിച്ചിട്ടുള്ള പ്രവാചകന്മാരും വിശുദ്ധന്മാരും സന്നിഹിതരായിരിക്കും. മന്ത്രി വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, പിന്നെ പഞ്ചായത്ത് മെമ്പർ, പിന്നെ കംപ്ലീറ്റ് ആളുകൾ അവിടെ ഉണ്ടാവും. പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാലോ മുഖ്യമന്ത്രി തൊട്ട് താഴോട്ടുള്ള സകല ആളുകളും കലക്ടർമാരടക്കം എല്ലാവരും അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ ത്രിത്വൈക ദൈവം അവിടെ ഉണ്ടെങ്കിൽ സ്വർഗം ഇറങ്ങി അവിടെ വസിച്ചിരിക്കുകയാണ്. കാനാവിലെ കല്യാണ വിരുന്ന് നമുക്ക് മനസ്സിലായി ഇപ്പോൾ എങ്ങനെയാണെന്ന്. അതാണ് ആ കല്യാണ വിരുന്നിൻ്റെ പ്രത്യേകത. ആ കല്യാണ വിരുന്നിൽ എന്ത് സംഭവിച്ചു? അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു. അവിടെ വീഞ്ഞ് തീർന്നു പോയി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്. ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലൊരു കുഴപ്പം എങ്ങനെയാണ് ഉണ്ടായത്? നമ്മളിപ്പോൾ ഇവിടെ പ്രിയമുള്ളവർ പ്രധാനമന്ത്രി വരാനായിട്ടിരിക്കുക. പ്രധാനമന്ത്രി വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് മൈക്ക് നിന്ന് പോവോ? കരണ്ട് പോവോ? ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഡൽഹിയിൽ പോയി. പ്രിയമുള്ളവന് അവിടുത്തെ കുറേ പ്രദേശത്ത് എന്ത് ചെയ്തില്ല? കരണ്ട് പോകത്തില്ല. അവിടെ കരണ്ടേ പോകത്തില്ല. കാരണം എന്താണ്? അവിടെ പ്രധാനപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഇലക്ട്രിസിറ്റി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. ഇനി പ്രിയമുള്ളവരെ, വഴി ബ്ലോക്കാവുമോ? VIPs പോകുന്ന ഒരു സ്ഥലത്തും വഴി ബ്ലോക്കാകത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധ പാത്രക്കീസ വന്നു. അങ്ങനെ വന്നപ്പം ഈ പേരൂപ്പള്ളി വന്നിട്ട് അരീപ്പറമ്പ് പള്ളിയിലേക്ക് പോകാനായിട്ടിരിക്കുക. അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ച് ഇത് എതിലെവിടെയാണ് പോകുന്നത്? അപ്പോൾ അതിനുവേണ്ടി പോലീസുകാരൊക്കെ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. റൂട്ട് നിശ്ചയിക്കുന്ന മീറ്റിംഗാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ റൂട്ട് നിശ്ചയിക്കുന്ന മീറ്റിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നു. മന്ത്രി അങ്ങനെയുള്ള എല്ലാവരും വന്നിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ താഴോട്ടുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ റൂട്ട് ആദ്യം വായിച്ച് ശേഷം അവർ പറഞ്ഞു
പാരലായി മറ്റൊരു റൂട്ട് ഇതായിരിക്കും. എല്ലാത്തിനും പാരൽ റൂട്ടുണ്ട്. ഇതിലെവിടെ ഒരു റൂട്ട്, കൂടാതെ ഏറ്റുമാനൂർ വഴി അതിലെവിടെ ഒരു റൂട്ട്. അപ്പം ഞാനെന്തായാലും ചോദിച്ചു, എന്തിനാ ഈ 2 റൂട്ട്, ഒന്ന് പോരെ? അന്നേരം പറഞ്ഞ്, ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും രീതിയിൽ ഒരു വഴി ബ്ലോക്കായാൽ അതിനുവേണ്ടി വേറൊരു വഴി, പെട്ടെന്നൊരു അപകടമോ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായാൽ വേറൊരു പാരൽ റോഡ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കും, പോലീസിൻ്റെ കാവലിൽ കൃത്യമായി ബ്ലോക്ക് ചെയ്തിട്ടേക്കും. അത് ബ്ലോക്ക് ചെയ്തല്ല എന്ന് പറഞ്ഞാൽ അത് വാഹനത്തിന് തടസ്സമുണ്ടാകാത്ത രീതിയിൽ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കും. ഒരു VIP കൈകാര്യം ചെയ്യുമ്പോൾ പാരൽ സംവിധാനം വരെ ചെയ്യും, ഒരു VIP വരുന്നിടത്ത്. അങ്ങനെയാണെങ്കിൽ കാനാവിലെ കല്യാണ വിരുന്ന് പറയുന്ന VIPs മാത്രമുള്ള ഈ കല്യാണ വീട്ടിൽ പ്രിയമുള്ളവരെ വീഞ്ഞ് തീർന്നു പോകുമോ? ആര് കരുതേണ്ടതാ ഇത്? പിതാവായ ദൈവം പങ്കെടുക്കേണ്ട പരിപാടിയാണ്. മാലാഖമാർക്ക് പിന്നെ എന്നാ പണിയാ? അവർ അന്നേരം എന്ത് ചെയ്യും? അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതാ. പക്ഷേ ഈ കാനാവിലെ കല്യാണ വിരുന്നിൽ എന്ത് തീർന്നുപോയി? അവിടെ ഒരു കുറവുണ്ടായി. അതെന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു കുറവുണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടോ? നമ്മളും അതാ ചോദിക്കുന്നത്, കുറവുണ്ടാകാൻ പാടുണ്ടോ? എൻ്റെ മുഖത്തോട്ട് നോക്കി പലരും ചോദിക്കുക. അവിടെ കുറവുണ്ടായെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ദൈവമില്ലേ? വിശുദ്ധ കുർബാനയിൽ യേശു വസിക്കുന്നില്ലേ? വചനത്തിൽ യേശു വസിക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ദൈവം ഇടപെട്ടിട്ടില്ലേ? എന്നിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? ചില ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും തമ്പുരാൻ ഇടപെടാത്തത്? എന്തുകൊണ്ട് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നില്ല? ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധികൾ നീങ്ങിപ്പോകണമെങ്കിലും, എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ നിറവേറണം. അപ്പോൾ ഈ കാനാവിലെ കല്യാണ വീട്ടിൽ പ്രിയമുള്ളവരെ കല്യാണം നടക്കുന്നുണ്ട്. ദൈവഗത പ്രകാരമുള്ള കല്യാണമാണോന്ന് ആർക്കറിയാം? ഇപ്പം നമ്മളൊരു കല്യാണം ആലോചിച്ച് കഴിയുമ്പോൾ ചിലർ വന്ന് പറയാറുണ്ട്, കല്യാണം ആലോചിച്ച് 2 വർഷം കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് ചേരുന്നില്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, ഇത് ദൈവഹിത അല്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഡൈവോഴ്സ് ആകാറാകുമ്പോൾ ഇത് ദൈവഹിത അല്ലായിരുന്നു, ഇത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളിങ്ങനെ ചിന്തിക്കാറില്ല, സത്യത്തിൽ ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വെക്കായിരുന്നു. നമ്മളോട് ദൈവമൊന്നും പറയാത്തതിൻ്റെ കാര്യം അത് മനസ്സിലായോ? പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന വരുംവരാഴികൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മളൊക്കെ സഹിച്ചേക്കുക. മാതാവ് സഹിച്ചില്ലേ? അവസാനം ഉപരി നന്മയ്ക്കായിട്ട് മാറിക്കോളും. അപ്പോൾ കാനാവിലെ കല്യാണ വിരുന്നിൽ ഒരു പ്രശ്നവുമില്ല. അവിടെ ദൈവമുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ദൈവം വിഹിതം, അവിടെ അത്ഭുതം നടന്നില്ല, ഒന്നും നടന്നില്ല. അവിടെ കുറവായിട്ട് തന്നെ ഇരിക്കുക. ഉടനെ മാതാവ് യേശുവിൻ്റെ അടുക്കൽ ചെന്നൊരു ചോദ്യം. എന്നാ ചോദിച്ചത്? അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? പ്രിയമുള്ളവരെ, മാതാവ് യേശുവിനോട് ചെന്നൊരു ചെറിയ റെക്കമെൻഡേഷൻ. അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളിലെല്ലാം എല്ലാ അച്ഛന്മാരും എടുത്ത് ഉപയോഗിക്കുന്നൊരു വാക്കാണിത്. മാതാവ് ചെന്ന് യേശുവിനോട് ചെറിയ റെക്കമെൻഡേഷൻ നടത്തിയപ്പോൾ യേശു കാനാവിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിച്ചു. വളരെ തെറ്റായ കാര്യമാണ്, വളരെ തെറ്റായൊരു പ്രബോധനമാണ് സത്യത്തിൽ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. മാതാവ് ചെന്ന് പറഞ്ഞ ഉടനെ യേശു എന്താ പറഞ്ഞത്? അമ്മേ, ഈ കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയാൽ എനിക്കും അമ്മയ്ക്കും എന്നാ? ഈ വീട് ആരുടെ വീടാ? നമ്മുടെ വീടല്ല. ഇവരുടെ വീട്ടിൽ ഞാൻ ആരാ? വെറും അതിഥിയാ. ഇവിടെ തീർന്നു പോയാൽ അതുണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ആ വീട്ടുകാരുടെ ഉത്തരവാദിത്തം. നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടോ? ഇല്ല. നമുക്കെന്താ? യേശു ചോദിച്ചു.
ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ് എൻ്റെ വീട് പെരുമ്പാവൂരാണ്, തിരുമാനി ആ പെരുമ്പാവൂർ വഴി പോകാറുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്, പെരുമ്പാവൂർ വഴിയല്ലേ എയർപോർട്ടിൽ പോകുന്നത്. ഇപ്പോൾ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറണം കേട്ടോ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. ഞാൻ പറഞ്ഞ ശരി, ഫോൺ നമ്പർ മേടിച്ച് മൊബൈലിൽ വെച്ചു. ഒരു ദിവസം നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങനെ തോന്നി ഒരു കാപ്പി കുടിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ വഴി സൈഡിലങ്ങ് നിർത്തിയ പാലാണോ അതോ ഇനിയും പേസ്റ്റ് കലക്കിയതാണോ എന്നൊന്നും അറിയാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ ഒരു ധ്യാനം കൂടി ഒരു വീട്ടുണ്ടല്ലോ പെരുമ്പാവൂർ, ഈ വഴി സൈഡിലെങ്ങാണ്ടാന്നാ തോന്നുന്നു, നമുക്കൊന്ന് വിളിച്ചാലോ. ഞാൻ ഫോൺ വിളിച്ച്. അപ്പോൾ അവിടുത്തെ അമ്മ ചോദിച്ചു, ഹലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ തൂത്തുകുട്ടിച്ചാപ്പലിലെ തിരുമേനിയാണ്, നെടുമ്പാശ്ശേരി നിന്ന് വരുന്ന വഴിക്കാണ്, പെരുമ്പാവൂർ നിങ്ങളുടെ ഇവിടെ വഴി സൈഡിലെങ്ങാണ്ടാണ് വീട് എന്ന് പറയുന്നത് കേട്ടു, ഒന്ന് കയറാൻ വേണ്ടിയാണ്. ഉടനെ ആ അമ്മച്ചി എന്നോട് ചോദിച്ചു, എവിടം വരെയായി? അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് വരെയായി. അയ്യോ, അതിൻ്റെ തൊട്ട വളവ് ഞങ്ങളുടെ വീടായിരിക്കുന്നത്, ആ ചുമല പെയിൻ്റ് അടിച്ച വീട്. അപ്പം ഞാൻ പറഞ്ഞു, ആ കാണാം, കറക്റ്റ് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ഈ വണ്ടി ഓടിച്ച് അവരുടെ വീട്ടിലോട്ട് കയറ്റി. പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് കയറിയതോടുകൂടി മൊത്തത്തിലൊരു പരിഭ്രമമായി അവർക്ക്. പ്രതീക്ഷിക്കാതെ വന്ന അതിഥിയാണല്ലോ, ഒരു പെട്ടെന്നൊരു പരിഭ്രമം. അവരങ്ങോട്ടും ഇങ്ങോട്ടും, പുള്ളിക്കാരത്തി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, മൊത്തത്തിൽ പ്രശ്നം. അത് കഴിഞ്ഞപ്പോഴത്തേനും ആ അമ്മച്ചി പറഞ്ഞ്, ഞാൻ ചോദിച്ചു, എന്നാ ഇങ്ങനെ ഒരു പരിഭ്രമം പോലെ? അയ്യോ, കാപ്പിക്ക് പാലില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ്, എന്നാൽ പിന്നെ ഞാനെന്നാ ആ പെരുമ്പാവൂർ കവലയിൽ പോയൊരു 2 പാക്കറ്റ് മിൽമ മേടിച്ചുകൊണ്ട് വരാം. ഞാൻ പറയുമോ? ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ കട്ടൻ കാപ്പി ആയാലും കുഴപ്പമില്ല, എനിക്ക് കട്ടൻ കാപ്പി കുടിച്ചാൽ വയറേരിയുന്നൊരു പ്രശ്നമുണ്ട്, സാരമില്ല, അതായാലും മതി. ഞാൻ കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് പോകുന്നു. പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, വയറെരിഞ്ഞിട്ട് മേല, ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടായിരുന്നു. മനസ്സിലായോ? അതിനുശേഷം പ്രിയമുള്ളവരെ, ഞാനിവിടെ വന്നു. ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾ ഈ സഭയിലെ ഒസ്താത്യോസ് തിരുമേനി ഞാൻ ഒന്നിച്ച് പട്ടയേറ്റതാണ്. അപ്പോൾ തിരുമേനി ഇവിടെ വന്നു ഒരു ദിവസം. വന്നിട്ട് എന്നോട് പറഞ്ഞു, തിരുമേനി നമുക്ക് മഞ്ഞനിക്കര വരെ ഒന്ന് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ പോയേക്കാം. ഞങ്ങൾ എൻ്റെ കാറയിൽ മഞ്ഞനിക്കരയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളിവിടുന്ന് മഞ്ഞനിക്കരയ്ക്ക് പോകുന്ന കറുകച്ചാൽ വഴിയാണ്. പാമ്പാടി ഭാഗത്ത് നിന്നപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ തിരുമേനി പറഞ്ഞ്, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, തിരുമേനി കയറുന്നു, അമ്മയുണ്ട്, അമ്മയൊക്കെ വീട്ടിലുണ്ട്, ഒന്ന് കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പോ. തിരുമേനി പറഞ്ഞു, നല്ല കാര്യമല്ലേ, പ്രായം ചെന്നവരെയൊക്കെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന നല്ലതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സഭയിലെ ഒസ്താത്യോസ് തിരുമേനി എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് വരിക. ഉടനെ അമ്മ എടുത്ത വായിലേ, അയ്യോ, ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞേച്ചു വന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ശകലം പാലുപോലും ഇല്ല ഇവിടെ. പ്രിയമുള്ളവരെ, തൊട്ടടുത്ത ബേക്കറിയുടെ വാതിൽ കൂടെ പോയപ്പം വണ്ടി അറിയാതെ സ്ലോ ആയി. ഞാൻ ഇങ്ങനെ ഡ്രൈവറെ തോണ്ടി ഇങ്ങനെ കാണിച്ച് വണ്ടി അധികം സ്ലോ ആയി. അപ്പോൾ ചെമ്മാച്ചൻ്റെ മൊബൈലിലേക്ക് ഞാൻ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ച്, 2 പാക്കറ്റ് പാല് വാങ്ങി വണ്ടിയെ വെച്ചേര്. പാല് വണ്ടിയെ വന്നു. പ്രിയമുള്ളവരെ, വണ്ടി സത്യസിനിമ അറിഞ്ഞോ വിവരം? ഇല്ല, അറിയാതെ നടന്നത്. നേരെ വണ്ടി വീടിൻ്റെ അങ്ങോട്ട് കയറിയപ്പോൾ ഞങ്ങളുടെ അമ്മ സ്വീകരിക്കാൻ പുറത്തുണ്ട്. ചെമ്മാശൻ പുറവേശം വഴി എന്ത് ചെയ്ത് ഈ പാലങ്ങോട്ട് കൊടുത്ത്. ഇതാ പാലില്ലാത്ത വീട്ടിൽ അത്ഭുതം നടന്ന്. എങ്ങനെ നടന്നത്? എന്തുകൊണ്ടാണ് പെരുമ്പാവൂരെ വീട്ടിൽ അത്ഭുതം നടക്കാഞ്ഞത്? പെരുമ്പാവൂരെ വീട്ടിലും പാമ്പാടിയിലെ വീട്ടിലും ചെന്നത് ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പ്രിയമുള്ളവരെ 20 രൂപ 40 രൂപ മതി, ഒരു മനസ്സും അത്രയും മതിയായിരുന്നു. പെരുമ്പാവൂരെ വീട്ടിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ഇപ്പം മിൽമാപ്പാലിന് എന്നാ വിലയാണ്? ഞാൻ ഈ പാല് മേടിച്ചിട്ട് കാലം ഒത്തിരിയായി, സൗജന്യമാണ് കുടിക്കുന്നതൊക്കെ. ഏതായാലും 15 രൂപയൊക്കെ ആവുമായിരിക്കും, 25 രൂപയൊക്കെ ആയിരിക്കും. എന്തായാലും 50 രൂപ മതി പെരുമ്പാവൂരെ വീട്ടിൽ അത്ഭുതം നടക്കാൻ. എൻ്റെ കരം വഴി നടന്നില്ല. അതേ അത്ഭുതം വെറും 50 രൂപയ്ക്ക് എൻ്റെ കൈ കൊണ്ട് പാമ്പാടിയിലെ വീട്ടിൽ നടന്നു. ഇതാ ആ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കയറി ചെന്നപ്പോൾ
അവിടെ ഇല്ലാത്ത പാല് തന്നെ ഉണ്ടായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാലും കാപ്പി ഇറങ്ങി വന്നു. അസാധ്യ സിനിമ പറഞ്ഞ് ആ സത്യത്തിൽ ഒരു കാപ്പി കിട്ടിയത് നമുക്ക് നല്ല ഉന്മേഷമായി. ഞങ്ങൾ വിട്ടുപോയി. എന്തുകൊണ്ടാണ് പെരുമ്പാവൂരെ വീട്ടിൽ അത്ഭുതം നടക്കാഞ്ഞ്? ഇതെൻ്റെ വീടാണ്. മനസ്സിലായോ? ഒന്ന് എൻ്റെ വീടാണ്. അതുകൊണ്ട് ആ വീട്ടിൽ ഇതാ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? എൻ്റെ ഉത്തരവാദിത്തം. പെരുമ്പാവൂരെ വീട്ടിൽ ഞാനൊരു അതിഥി മാത്രമാണ്. നടന്നില്ലെങ്കിൽ സാരയില്ലെന്ന്. കടുങ്കാപ്പി ആയാലും മതി, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോ. കണ്ടോ? ഇതുപോലെ കാലാവിലെ കല്യാണ വീട്ടിൽ യേശു ആരാ? അതിഥി മാത്രം. അതുകൊണ്ട് യേശു അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇവിടെ വീഞ്ഞു കൊടുക്കുകയോ പാല് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്കെന്താ, നമുക്ക് പോയാൽ പോരെ. കിട്ടിയില്ല, വീട്ടിൽ പോയാൽ പോരെ. ഇതുപോലെ എന്തുമാത്രം ക്യാൻസർ രോഗികൾ വന്ന് രോഗം മൂർച്ഛിച്ച് സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജാണെന്ന് പറയുന്നു. അവസാനം ഇതാ ഡോക്ടർമാർ പറയുന്നു കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല കേട്ടോ. അവർ പ്രതീക്ഷിക്കും. വലിയ കാര്യമായിട്ടൊന്നും നടക്കാതെ എത്രയോ പേര് മരിച്ചിരിക്കുന്നു, എത്രയോ ശവടക്കം നമ്മൾ നടത്തിയിരിക്കുന്നു, എത്രയോ പേര് മരിച്ചിരിക്കുന്നു, എത്രയോ ശവടക്കം നടത്തിയിരിക്കുന്നു. ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്. ഞാൻ പണ്ട് ഹൗസ് വിസിറ്റിങ്ങിന് പോയി. പോകുമ്പോൾ പ്രിയമുള്ളവർ, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു അമ്മച്ചി ഒരു പൂവൊക്കെ പിടിച്ചുകൊണ്ടിറങ്ങി വരുന്നു. ഞാൻ പൂവൊക്കെ മേടിച്ച് കൈ പിടിച്ചിട്ട് അകത്ത് കയറിയിരുന്നു. ഉടനെ ഞാനവിടുത്തെ സന്തോഷമായിട്ട് പൂ തന്നാന്ന്. ഉടനെ പിന്നെ അങ്ങോട്ട് പരിപാടി തുടങ്ങി. എന്നോട് പറഞ്ഞു, എൻ്റെ മകനും എന്നെ നോക്കുകയില്ല, എൻ്റെ മകളും എന്നെ നോക്കുകയില്ല. ഇവിടെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ മകളുടെ വീട്ടിലോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വണ്ടിക്കൂലിക്ക് വാശില്ലാത്തതുകൊണ്ട് പോകാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഞാൻ പറഞ്ഞു സാരമില്ല, ഇപ്പോൾ തൽക്കാലം മകളുടെ വീട്ടിൽ പോകാൻ പറഞ്ഞൊരു 1000 രൂപയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് ഞാൻ പോന്നു. തിരിച്ചിവിടെ വന്നപ്പോൾ ഞാൻ വികാരിയച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഈ അമ്മച്ചിയെ എനിക്കന്ന് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ആളില്ലായിരിക്കുക. ഞാൻ ചോദിച്ചു, ഈ അമ്മച്ചിയെ ഒന്ന് നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ തൂത്തുട്ടിച്ചാപ്പിൽ നിർത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വിനിയോഗിക്കാമായിരുന്നു. അപ്പോൾ പിന്നെ വികാരിയച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരാവശ്യം തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ഉടനെ പിന്നെ അമ്മച്ചി എന്ത് ചെയ്തു, ബാഗെല്ലാം പൊതിഞ്ഞ് കെട്ടി നേരെ ഇങ്ങോട്ട് വണ്ടി കയറി. അങ്ങനെ ഇവിടെ വന്നു. എടുത്തിട്ട 4 കാലം നിൽക്കുന്ന സൈസ് അമ്മച്ചിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അമ്മച്ചിയല്ല, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അമ്മച്ചിയാണ്. വന്നപ്പോൾ തന്നെ പട്ടാള ചിട്ടയൊക്കെ ആയിട്ടാണ് വന്നത്. ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് പ്രിയമുള്ളവരെ കൈക്ക് ചെറിയൊരു വേദന. ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു, കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു. അവസാനം വേദന മൂത്ത് കാണിച്ചപ്പോൾ പ്രിയമുള്ളവർ ഡോക്ടർമാർ പറഞ്ഞു, ക്യാൻസർ 3rd സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും 6 മാസത്തിൽ കൂടുതൽ ഈ അമ്മച്ചി ജീവിക്കത്തില്ല. കണ്ടോ? 6 മാസം ഈ അമ്മച്ചി ഇനി ജീവിക്കത്തുള്ളൂ. അങ്ങനെ അമ്മച്ചിയെ ഓപ്പറേഷന് വിധേയനാക്കി. പിള്ളേരൊക്കെ വന്നു. ഒപ്പിട്ട് കൊടുക്കാനായിട്ട് പിള്ളേർ വന്നതാ. ഒപ്പിട്ട് കൊടുക്കാൻ വന്നപ്പം അമ്മച്ചി എന്ത് ചെയ്യുന്നറിയോ? മോനെ, അമ്മച്ചിക്ക് അസുഖം അങ്ങനെയൊന്നുമല്ല. അമ്മച്ചി എന്ത് ചെയ്യുന്നറിയോ? അമ്മച്ചി തിരിഞ്ഞു പോലും നോക്കിയില്ല. മകൻ വന്ന് ചാന്തി അതിൽ ഒപ്പിട്ടിട്ട് പോകാൻ പറഞ്ഞേക്ക്. മൈൻഡ് ചെയ്തില്ല. മകനും മകളും അവിടെ കുറച്ച് നേരം നോക്കി നിന്ന്. അമ്മ മൈൻഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവരെ പോയി. 35 വർഷം കഴിഞ്ഞ പ്രിയമുള്ളവർ നേരെ കണ്ടിട്ട് ആങ്ങള മിണ്ടിയിട്ടില്ല, വർത്താനം ഇല്ല, വെറുപ്പ്, പിണങ്ങി നടക്കുക. 35 വർഷത്തിന് ശേഷമാണ് മിണ്ടുന്നത് ഇവിടെ വെച്ച്. അമ്മച്ചി ആരെയും മൈൻഡ് ചെയ്തില്ല. പക്ഷേ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ അമ്മച്ചി പതുക്കെ എളിമപ്പെട്ട് ദൈവവചനമൊക്കെ സ്വീകരിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പ്രിയമുള്ളവർ, ധ്യാനങ്ങൾ കൂടി തിരുവചനം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ, വെറുപ്പും വിദ്വേഷവും വൈരാഗ്യമൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ, മക്കളോട് വർത്തമാനം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവർ, 6 മാസം കൊണ്ട് മരിക്കേണ്ടിയിരിക്കുന്ന ആൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് ബിരിയാണി മേടിച്ചു തന്നു.
ഇതാ ക്യാൻസർ രോഗം പുറത്തതിൻ്റെ 2ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് ബിരിയാണി മേടിച്ചു ഞങ്ങൾ കഴിച്ചിരിക്കുക. കണ്ടോ? അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാ സ്വാഭാവികമായിട്ട് പലതും നടക്കാം. മരണം ഉണ്ടാകാം, ആക്സിഡൻ്റ് ഉണ്ടാകാം, പ്രശ്നങ്ങൾ വരാം, കടബാധ്യതകൾ വരാം, രോഗങ്ങൾ വരാം, തൂക്കിക്കൊന്നിരിക്കാം, പലതും സംഭവിക്കാം. പക്ഷേ നമ്മൾ യേശുവിൻ്റെ സ്വന്തമായി തീരുന്നൊരു നിമിഷമുണ്ട്. യേശുവിൻ നമ്മുടെ കടബാധ്യത യേശുവിൻ്റെ കടബാധ്യതയായി മാറുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ ക്രിസ്തുവിൻ്റെ സങ്കടങ്ങളായി മാറുന്ന നിമിഷമുണ്ട്. നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമായി തീരുന്ന ഒരു നിമിഷമുണ്ട്. നമ്മുടെ രോഗങ്ങൾ തമ്പുരാൻ്റെ രോഗങ്ങളായി തീരുന്ന, നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതമായി തീരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് പ്രിയമുള്ളവരെ, ആ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന് പോലും അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേ സാധിക്കൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ദൈവത്തെ കൊണ്ട് എല്ലാം സാധിക്കുകയില്ല. ദൈവത്തെ കൊണ്ട് സാധിക്കാതെ ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നമ്മളെല്ലാം ധരിച്ചിരിക്കുന്ന എന്താണ്? ദൈവത്തെ കൊണ്ട് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഉണ്ട്. ദൈവത്തെ കൊണ്ട് കഴിയാതെ പോയ, യേശുവിനെ കൊണ്ട് കഴിയാതെ പോയ പല കാര്യങ്ങളും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 1 തൊട്ടുള്ള വചനം വായിച്ചേ. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. യേശു സ്വന്തം നാട്ടിൽ ചെന്നു. എന്ത് സംഭവിച്ചു? സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ ഒരു പഠിപ്പിരങ്ങ് നടത്തി. പള്ളിയിൽ പോയി. സ്വന്തം നാട്ടിൽ ചെന്ന് സ്വന്തം ഇടവകയിൽ പോയി. പിന്നെ അവൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു. ചിലർ പറഞ്ഞു, ഇവൻ്റെ വാക്കുകൾ കേട്ട ഉടനെ ചിലർ പറഞ്ഞു, ഇവൻ ആ തടിപ്പണിക്കാരൻ ആശാരിച്ചക്കനല്ലേ? അതല്ലേ ഇത്? വായിച്ചേ. ഇവൻ ഇതെല്ലാം എവിടെ നിന്ന്? ഇവൻ എവിടുന്ന ഈ ഡിഗ്രി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? ഇത് എവിടുന്ന ഈ ജ്ഞാനം കിട്ടിയത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? മരപ്പണിക്കാരൻ ചെറുക്കൻ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവൻ എവിടുന്ന ഈ ജ്ഞാനം? അവർ ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് ബാക്കി വായിച്ചേ. ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. പ്രിയമുള്ളവരെ, കുറച്ച് രോഗികളുടെ മേൽ തലയെ കൈവച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റൊരത്ഭുതവും അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ യേശു ക്രിസ്തുവിന് കഴിഞ്ഞില്ല. എപ്പോഴാണ് യേശുവിന് കഴിയാതെ പോയത്? അവനെ വിശ്വസിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കണ്ടോ? അപ്പം നമ്മൾ അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത്ഭുതം നടക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? സ്വാഭാവികമായി ഇപ്പോൾ ഒരു ക്യാൻസർ രോഗി കിടക്കുക, നാളെ മരിച്ചു പോകേണ്ടതാണ്. യേശുവിന് ഈ രോഗിയെ സുഖപ്പെടുത്തണം. എന്തു വേണം? യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും അവിടെ ഉണ്ടാവണം. യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും അവിടെ ഉണ്ടാവണം. Body